ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തേക്കുന്നത് നല്ല പോലെ പൊന്തി വരുന്ന അതോടൊപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ 1 സ്പൂൺ നെയ്യൊന്ന് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ചപ്പാത്തി. ഇതിന് പകരം ചിലർ ഓയിൽ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഓയിലിനെ ആഡ് ചെയ്യുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് എപ്പോഴും നമ്മൾ നെയ്യ് ആഡ് ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലേക്ക് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം ആഡ് ചെയ്യണതാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒട്ടും കൂടി പോകാതെ ശ്രദ്ധിക്കുക ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ. അപ്പോൾ അത് രണ്ടുമാണ് 2 ടിപ്സ്. ഒന്ന് നെയ്യ് ഒഴിക്കുന്നതും പിന്നെ വെള്ളം ഒട്ടും കൂടി പോകാണ്ട് ശ്രദ്ധിക്കേണ്ടതും. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. പിന്നെ ഞാൻ ചപ്പാത്തി കുഴച്ചെടുത്തതിന് ശേഷം അത് റെസ്റ്റ് ചെയ്യാനൊന്നും വച്ചിട്ടില്ല. അപ്പം തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. റെസ്റ്റ് ചെയ്യാൻ വച്ചില്ലെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ് കിട്ടുന്നത്. ഞാൻ ചപ്പാത്തി മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുത്തേക്കുന്നത്. നല്ല സോഫ്റ്റാണ്, നമുക്ക് തൊട്ട് വെക്കുമ്പോൾ അറിയാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മുറിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ സൈസിൽ മുറിച്ചെടുക്കാം. അതല്ല നമ്മൾ ഇത്തിരി കൂടി വലുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഏകദേശം 9 ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ചപ്പാത്തി പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം പൊടി ആഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക പൊടിയിൽ. അതിന് ശേഷം ഒട്ടും പൊടി ആഡ് ചെയ്യാണ്ട് തന്നെ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതിനല്ല, പൊടി അധികമാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല പോലെ ഹാർഡായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒട്ടും പൊടി അധികം ആഡ് ചെയ്യാണ്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ജസ്റ്റ് ആദ്യം ഒന്ന് ആ പൊടിയിൽ മുക്കുക. ആ പൊടിയിൽ വേണം നമ്മൾ ചപ്പാത്തി ഫുള്ള് പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ചപ്പാത്തിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതും അതേപോലെ തന്നെ ഒരു സൈഡിൽ പുറവശത്തെ സൈഡിൽ ചെറിയൊരു ബബിൾസ് വന്നു തുടങ്ങുന്നതുമായിട്ട്. അപ്പോൾ ആ ടൈമിൽ വേണം നമ്മളിത് ചപ്പാത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ആ ബബിൾസ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചപ്പാത്തി തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ അപ്പോഴാണ് അത് പെർഫെക്റ്റായിട്ട് ആ സൈഡ് കുക്കായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ബബിൾ വന്നിട്ടുണ്ട്, ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെറിയൊരു ബബിൾസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ടൈമിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ 2 സൈഡും കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല പോലെ ചപ്പാത്തി സോഫ്റ്റായിട്ട് പൊന്തി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ പൊന്തി വന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല പോലെ പൊന്തി വരും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരിക്കും കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ചപ്പാത്തി സോഫ്റ്റ് ആവാനായിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ കുഴയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം, അതേപോലെ തന്നെ കുറച്ച് നെയ്യ്, 1 സ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇത് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടുകയും ചെയ്യും. പിന്നെ പരത്തി എടുക്കുമ്പോഴാണെങ്കിലും അധികം പൊടി ആഡ് ചെയ്യരുത്. അധികം പൊടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല ഹാർഡായി പോകും. അതേപോലെ തന്നെയല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ 2 സൈഡും ചെറിയൊരു ബബിൾസ് വരുമ്പോൾ വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെയും കൂടെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലപോലെ പൊന്തി വരുന്ന ചപ്പാത്തി കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ നല്ല വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.